നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും LDFും CPMും അടപടലം പൊട്ടുമെന്ന് അവർക്ക് തന്നെ ഉറപ്പായിട്ടുണ്ട്. അപ്പോഴിതാ ആ മുറിവ് ഉണക്കാൻ എന്ത് ചെയ്യണമെന്ന് പാർട്ടി നേതൃത്വം ആലോചിക്കുമ്പോൾ നമ്മുടെ കിഫ്ബിയുടെ സ്ഥാപകനായ ഡോക്ടർ തോമസ് ഐസക് പുതിയൊരു സിദ്ധാന്തം, ഒരു വലിയൊരു ക്യാപ്സൂളുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തേക്കല്ല, 2029 ജനങ്ങളെ അവരുടെ മനസ്സിനെ കൊണ്ടിളക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു കണ്ടുപിടുത്തം. ശ്രദ്ധയിൽപ്പെട്ടാണല്ലോ? കാരണം വളരെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ പോസ്റ്റ് കണ്ടു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജേഷ് ജി പറഞ്ഞത് ശരിയാണ്. ഒരു ചെറിയ തിരുത്ത്, എനിക്ക് ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അദ്ദേഹം കിഫ്ബിയുടെ സ്ഥാപകൻ എന്നതല്ല പറയേണ്ടത്, അദ്ദേഹം കിഫ്ബിയുടെ പ്രചാരകനാണ്. ഇത്രയും വലിയ കിഫ്ബിക്ക് പരസ്യം കൊടുത്ത ഒരാള് ഒരു പക്ഷേ വേറെ കാണത്തില്ല. ഏറ്റവും നന്നായിട്ട് കിഫ്ബിയെ കുറിച്ച് വാദോരാതെ സംസാരിച്ചത് മുഹമ്മദ് റിയാസാണ്, നമ്മുടെ PWD മിനിസ്റ്റർ. പക്ഷെ മുഹമ്മദ് റിയാസിനെ കവച്ചു വയ്ക്കുന്ന വർത്തമാനമാണ് തോമസ് ഐസക്കിന് കിഫ്ബിയെ കുറിച്ച് മസാല ബോണ്ടിലും. അതൊക്കെ ഇനിയിപ്പോൾ ഈ അടുത്ത സർക്കാർ വന്ന് ഇത് സംബന്ധിച്ച് ചില അന്വേഷണങ്ങളൊക്കെ നടന്നാൽ നമുക്കറിയാം ഇതിൻ്റെ ഫലം എന്താണ്. എന്തായാലും തോമാച്ചൻ്റെ വികൃതികൾ അഭംഗുരം അങ്ങനെ തുടരുകയാണ്. തോമാച്ചൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇങ്ങനെ ഈ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നില്ല. അതിനു മുമ്പ് രാജ്യത്ത് നമ്മുടെ പാർലമെൻറ്റിൽ ഒരു ബില്ല് വരുന്നു. ആ ബില്ലിനെ നമ്മൾ ഏത് കാര്യത്തിലും ഈ ദോഷം മാത്രം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരങ്ങനത്തെ ദോഷൈക ദൃക്കുകളാണ്. ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന ബില്ലാണ് വനിതാ സംവരണ ബില്ല്. ആ ബില്ലിനെ കോൺഗ്രസ് ഇപ്പോൾ എതിർക്കുകയാണ്. അതിനകത്തൊക്കെ പച്ചയായ രാഷ്ട്രീയമാണ്, മറ്റൊന്നുമില്ല. വേറും രാഷ്ട്രീയമാണ്, ഉദരനിമിത്തം ബഹിർദ വേഷം. ഇവിടെ അതുപോലെയാണ്. ഈ തോമസ് ഐസക്ക് പണ്ടേ ഒരു ദോഷൈക ദൃക്കാണ്. അങ്ങനെ ദോഷം മാത്രമേ കാണുള്ളൂ. അത് പൊതുവേ ഇടതുപക്ഷക്കാരുടെ ഒരു എന്താ പറയുക, അടിസ്ഥാന സ്വഭാവമാണ്. അവരുടെ ജീനിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഈ ദോഷം മാത്രം കാണുന്ന രീതി. മറ്റുള്ളവരെന്ത് ചെയ്താലും ഈ കേരളം വാസ്തവത്തിൽ ബംഗാളായി പോകാതെ ഇരുന്നത്, 35 വർഷം തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാളിൻ്റെ അവസ്ഥ നമുക്കിന്ന് അറിയാം. ഇന്ന് ബംഗാളി പട്ടിണി കിടക്കാതിരിക്കുന്നത് കേരളത്തിൽ വന്ന് പണിയെടുത്തിട്ടാണ്. ഈ കേരളം അങ്ങനെ അതുപോലെ ബംഗാളാകാതിരുന്നത്, ഈ ബംഗാളികൾക്ക് ആശ്രയിക്കാൻ കേരളമുണ്ട്. കേരളം ആശ്രയിക്കുന്നത് ഗൾഫിനെയാണ്. അത് നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ അങ്ങനെ ഈ കേരളം നശിച്ചു പോകാതിരുന്നത് 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം വരുന്നതുകൊണ്ടാണ്. LDF 5 കൊല്ലം ഭരിച്ചു കഴിയുമ്പം UDFനെ ഏൽപ്പിക്കും. UDF ഇത്തിരി അഴിമതിയും പ്രശ്നങ്ങളും വലിയ കോലാഹലങ്ങളും ഗ്രൂപ്പ് കളിയും തർക്കവും പോരും ഒക്കെ ആകുമ്പം ആണ് വീണ്ടും 5 കൊല്ലം ഇവരെ ഏൽപ്പിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ LDFനൊരു മൃഗീയ ഭൂരിപക്ഷം കിട്ടിയത് 2006 VSൻ്റെ കാലത്ത്. അന്ന് മീഡിയ വലിയ രീതിയിൽ VSനൊരു ഹൈക്ക് കൊടുത്തു. പാർട്ടി VSനെ വേട്ടയാടുകയായിരുന്നു എന്നുള്ള സത്യം ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു സ്വന്തം പാർട്ടിക്കാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സത്യസന്ധനായൊരു മനുഷ്യൻ എന്ന ഒരു നരേറ്റീവ് VSൻ്റെ പുറത്ത് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് അന്ന് ആ VSൻ്റെ ബലത്തിൽ 100 സീറ്റുമായിട്ട് അധികാരത്തിൽ കയറിയത്. പിന്നെ അത് കഴിഞ്ഞ് പാർട്ടി അധികാരത്തിൽ വന്നതെല്ലാം പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ടാണ്. 2016 ഈ ബീഫിൻ്റെ പേരിലുള്ള വിവാദം ഇളക്കി വിട്ട് നാടെങ്ങും ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ മുഴുവനും RSS തിന്നും എന്നൊരു പ്രതീതി വരുത്തി തീർത്തുകൊണ്ട് നിങ്ങളെല്ലാം ഈ ഹിന്ദുക്കൾ പച്ചയോടെ തിന്നും, അങ്ങനെയായിരുന്നു സത്യത്തിൽ. അങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടാണ് ഇടതുമുന്നണി അധികാരം പിടിച്ചെടുത്തത്. 2021 സമാനമായിരുന്നു സ്ഥിതി. CAA എന്ന് പറഞ്ഞ ഒരു നിയമത്തെ ഒരു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും, നിങ്ങളെ 2ാം തരം പൗരന്മാരാക്കും, നിങ്ങളുടെ പൗരത്വ രേഖകൾ കയ്യിലില്ലെങ്കിൽ നിങ്ങളെല്ലാം ഡിറ്റൻഷൻ സെന്ററുകളിൽ അടയ്ക്കും. അതിന് തുടക്കത്തിൽ ഡിറ്റൻഷൻ സെന്ററിൽ അടച്ചിട്ട് പിന്നെ നിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടും എന്നല്ല എന്തൊരു കള്ളപ്രചാരണങ്ങളാണ് ഈ നാട്ടിൽ നടന്നത്. ഇതൊന്നും ഫലപ്രദമായിട്ട് നേരിടാൻ UDFനോ BJPക്കോ കഴിഞ്ഞില്ല. കേന്ദ്രം ഭരിച്ച BJP സർക്കാരിനും കഴിഞ്ഞില്ല. അവരും ആഗ്രഹിച്ചത് കോൺഗ്രസ് മുക്ത ഭാരതം. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ വന്നോട്ടെ, ഇടതുപക്ഷം ഭരിച്ചോട്ടെ എന്ന് അവരും വിചാരിച്ചു. അതുകൊണ്ടുണ്ടായ ശല്യം ചില്ലറയൊന്നുമല്ല. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കോലാഹലങ്ങൾ.
ഇപ്പോൾ മറ്റൊരു വിഷയവും പറയാനില്ല. അപ്പോഴാണ് ഈ മണ്ഡല പുനർനിർണയവും വനിതാ സംവരണ ബില്ലും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു പുതിയ സാധനം കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അവരെങ്ങനെയും അവരുടെ വിജയം നേടാനായിട്ട് അവരെന്തും ചെയ്യും. അതിനകത്ത് അധാർമികതയുണ്ടോ, അതിൽ തെറ്റുകളുണ്ടോ, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്, അല്ലേ? അങ്ങനെ ഒരു ഭരണഘടനാ വിരുദ്ധമായ കാര്യം അവർ ചെയ്താൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം. ഇവിടെ സുപ്രീം കോടതിയുണ്ട്. അവർ ഭരണഘടനാ വിരുദ്ധമായ ഇതുവരെ BJP ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തോമസ് ഐസക് ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നതെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഇയാൾ തുറന്ന മണ്ടത്തരം മാത്രം പറയുന്ന ഒരു വിഡ്ഢിയായി മാറിയിരിക്കുകയാണ് ഈ തോമസ് ഐസക്. കാരണം ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെല്ലാം വാർത്തയുണ്ട്, ഈ മണ്ഡല പുനർനിർണയം ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയായിരിക്കും ചെയ്യുന്നത്. ഇത്ര വ്യക്തമായിട്ട് ഒരു സുപ്രീം കോടതി ജഡ്ജി, അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം പാർലമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയേ നടക്കുകയുള്ളൂ. പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് നാളെ അത് സംബന്ധിച്ച് ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട്. ഇതിനകത്ത് മണ്ഡല പുനർനിർണയം വിഷയമാകും. മണ്ഡല പുനർനിർണയത്തിന് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി, ആ സമിതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയോഗിക്കുന്ന പ്രതിനിധിയോ ഉണ്ടാകും, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഇങ്ങനെയെല്ലാം വിഭാവനം ചെയ്ത ഒരു വലിയ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ അധികാരങ്ങളുണ്ട്, പാർലമെൻറ്റ് നിയോഗിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭരണഘടനാ പദവി തന്നെയാണത്. അങ്ങനെയുള്ള ഒരു സമിതി, അങ്ങനെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സമിതി ആണ് മണ്ഡല പുനർനിർണയം നടത്തുന്നത്. ആടിനെ പട്ടിയാക്കുക, അതായത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയെ മുതലെടുക്കുക. അങ്ങനെ ഈ നുണ കാട്ടുതീ പോലെ പടരും. അങ്ങനെയാണ്. അതുകൊണ്ട് നുണ പറയുക, ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യും. എല്ലാവരും ഒരേ വാക്ക്, അതായത് മറ്റേ ഒരമ്മ പെറ്റ മക്കളെ പോലെ കല്ല് വെച്ച നുണ ഇങ്ങനെ പറയും. 1, 2, 3, 4 എന്ന് അക്കമിട്ട് പറയും. അത് മാർക്സിസ്റ്റുകളുടെ ഒരു വലിയ കഴിവാണ്. അത് തോമസ് ഐസക്കിനെ പോലെയുള്ളവർക്ക് അതിന് വലിയ നയചാതുര്യമുണ്ട്. അതൊന്ന് ഞാൻ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യം, അയാൾ ഈ തോമസ് ഐസക്ക് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് SIR നടപ്പാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നിയോഗിക്കുന്നതെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യം തീർന്നു. കാരണം എന്താ, SIRലൂടെ കോടിക്കണക്കിന് ആൾക്കാരുടെ വോട്ടവകാശം നിഷേധിച്ചു. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ആണാണെങ്കിൽ, നട്ടലുള്ളവനാണെങ്കിൽ, ഒരു മാധ്യമപ്രവർത്തകൻ്റെ വെല്ലുവിളിയാണ്, നിങ്ങൾക്ക് ഒരാളിൻ്റെ വോട്ടവകാശം നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരാതി സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും വലിയ വിലയുണ്ടാകും. കാരണം ബീഹാറിൽ ഇതുപോലെ 1/2 കോടിയിലധികം ആൾക്കാരുടെ പേരുകൾ നീക്കം ചെയ്തു. ഉയർന്നത് 2 പരാതിയാണ്. ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാകും, തീർച്ചയാണ്. ഈ കാര്യത്തിൽ അപ്പീൽ സംവിധാനമുണ്ട്. ഈ അപ്പീൽ ഹർജി ഇപ്പോൾ ബംഗാളിൽ അപ്പീൽ ഹർജി വലിയ തോതിൽ വന്നിട്ടുണ്ട്. ആ അപ്പീൽ ഹർജി വന്നവരുടെ കാര്യത്തിൽ 34 ലക്ഷം പേരുടെ പേര് മാറ്റിയപ്പോൾ 21 ലക്ഷം പേരെന്തോ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 91 ലക്ഷം പേരെയാണ് മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നത്. രാജേഷ് ജി പറഞ്ഞത് ഈ ബംഗാളിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് മുന്നോട്ട് പോയത്. 21 ലക്ഷം പേരെന്തോ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഏതാണ്ട് 35 ലക്ഷം പേരുടെ അപ്പീൽ ഹർജിയുണ്ട്. പക്ഷേ ഈ അപ്പീൽ ഹർജിക്കാർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് മമത വീണ്ടും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി മുഴുവനും കേട്ടതിന് ശേഷം പറഞ്ഞ് ഈ അപ്പീൽ ഹർജിക്കാർക്ക് ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഭരണഘടന അത് അനുവദിക്കുന്നില്ല. അത് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും SIR ഒന്നുമല്ല, കൃത്യമായിട്ട് അവർ നിയമമെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് സുപ്രീം കോടതിയെ. അവർക്ക് വോട്ടവകാശം ഈ ഹർജിയിൽ തീരുമാനമായി കഴിഞ്ഞാൽ അടുത്ത തവണ അവരുടെ വോട്ടവകാശം പുനഃസ്ഥാപിക്കപ്പെടും. ഈ ഹർജിയിൽ പലതും കള്ളത്തരമാണെന്നേ. ഈ 35 ലക്ഷം രാജേഷ് ജിക്ക് അറിയാലോ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏതാണ്ട് എത്ര പേരെ നമ്മൾ 9 ലക്ഷത്തിലധികം ആൾക്കാർ ഔട്ടായി, അല്ലേ? ഈ എത്ര പരാതി വന്നു. കേരളം പോലൊരു പ്രബുദ്ധ
സംസ്ഥാനത്ത്, എല്ലാ കാര്യത്തിലും നമ്പർ 1 ആയിരിക്കുന്ന സംസ്ഥാനത്ത് ഈ പറഞ്ഞ തോമസ് ഐസക്കിൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാളിന് അനധികൃതമായിട്ട് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ ഈ വരച്ചും ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കിഴിച്ചും ഒക്കെ പരമാവധി നിങ്ങൾ നോക്കിയിട്ടാണ് ഈ SIR അവസാനം ശരിയായ വോട്ടർ പട്ടിക, അതായത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അത് പ്രകാരമാണ് കാര്യങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. എവിടെ എങ്ങാനും ഒരു പിഴ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമോ? ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, കല്ല് വെച്ച നുണ ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാദം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കുറവാണ്. അതായത് പിന്നെ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പോസ്റ്റിൽ തന്നെ ഇയാൾ പറയുന്നുണ്ട്, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് ഹിന്ദി ബെൽറ്റ്, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഈ 8 സംസ്ഥാനങ്ങൾ സീറ്റുകളുടെ എണ്ണം 207 നിന്ന് 543 ആയി വർദ്ധിക്കും. ഇരട്ടിയിൽ കൂടുതൽ ആയി വർദ്ധിക്കും. അത് 77%, 366 സീറ്റാണ് വർദ്ധിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? ഇവിടങ്ങളിലൊന്നും ജനസംഖ്യാ നിയന്ത്രണമില്ല. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം കാര്യമായിട്ട് നടപ്പാക്കി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കി, പിന്നെ പടിഞ്ഞാറ് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കി, ഉത്തരേന്ത്യൻ അതിലേക്ക് ഞാൻ വരുന്നു. എന്നിട്ട് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കണക്ക് പറയുന്നു 132, അതായത് കേരളം, തമിഴ്നാട്, പുതുച്ചേരി, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഇതിനകത്ത് ഗോവയെ ഒഴിവാക്കി കളഞ്ഞു കേട്ടോ, അതെന്താണെന്ന് എനിക്കറിയില്ല. 132-ൽ നിന്ന് 176 ആയിട്ടേ വർദ്ധിക്കുകയുള്ളൂ. അവിടെയും വർദ്ധിക്കുന്നുണ്ട്, വർദ്ധിക്കാതിരിക്കുന്നില്ല. പിന്നെ എന്തൊക്കെയോ ചില കണക്കുകൾ, അതായത് ഈ പാർലമെൻറ്റ് പാർലമെൻറ്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിഹിതം 24.3% നിന്ന് 20.7% കുറയും. എനിക്ക് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ തോമസ് ഐസക്കിനെ പോലെ ഞാനൊരു ബുദ്ധിജീവിയല്ല. ഇതിലൊരു ജാമ്യം എടുത്തിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം 2011 സെൻസസ് പ്രകാരമാണ്. പക്ഷേ 2026-27 കാലഘട്ടത്തിൽ സെൻസസ് നടക്കാൻ പോവുകയാണ്. അത് നടപ്പിലായില്ലെങ്കിൽ എന്താകുമെന്ന് പറയാനാകില്ല എന്നുകൂടി പറയുന്നത്. ശരിക്കും ആ സെൻസസ് പ്രകാരമാണ് ഡീലിമിറ്റേഷൻ നടക്കേണ്ടത്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. ഈ സെൻസസ് നടക്കുന്നത്, സെൻസസ് ഏത് വർഷത്തെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യണമെന്ന് ഭരണഘടന പറയുന്നില്ല. അപ്പം ഇത് നടക്കുന്നതിന് ഏറ്റവും സമീപത്ത് നടന്നിരിക്കുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഇന്ന വർഷം നമ്മൾ ഡീലിമിറ്റേഷൻ നടത്താൻ പോകുന്നു, അതിൻ്റെ തൊട്ടു പുറകിൽ എപ്പോഴാണോ ഏറ്റവും ഒടുവിൽ സെൻസസ് നടന്നത് അതെടുക്കാനേ നിർവാഹമുള്ളൂ. ഇപ്പോൾ 2011 പുറകിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. 2011 സെൻസസ് നടന്നു, 2021 നടന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് നടക്കാതെ പോയത്. ആ ഒരു സാഹചര്യത്തെ മുൻനിർത്തി 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടക്കുകയാണ്. അതെങ്കിലും വേണ്ടേ? അത്രയെങ്കിലും നോക്കണ്ടേ? ഇനി 2026-27 വരെ നോക്കിക്കൊണ്ടിരുന്ന അതും കൂടി നടന്നതിന് ശേഷം ഇത് നടത്തുമ്പോൾ സമയം വീണ്ടും കഴിഞ്ഞു. ഇപ്പം തന്നെ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു ഡീലിമിറ്റേഷൻ. അതായത് കേന്ദ്ര സർക്കാരും നമ്മുടെ ഭരണഘടനയും ഒക്കെ പറയുന്നത് അനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് 10 ലക്ഷം പേർക്ക് ഒരു MP, 10 ലക്ഷം വോട്ടർമാർക്ക് ഒരു MP, ഇതാണ് കണക്ക്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്. അതിൽ വലിയ സംസ്ഥാനങ്ങൾ, ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങളിൽ എണ്ണം കൂടും. ഇപ്പം ഏതാണ്ട് 23 കോടി ജനസംഖ്യയുള്ള പിന്നെ നമ്മുടെ UP ആകെ 80 പാർലമെൻറ്റ് അംഗങ്ങളെ ഉള്ളൂ. അവിടെ 80 പാർലമെൻറ്റ് അംഗങ്ങളെ കൊണ്ട് ആ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവർക്ക് വേണ്ടുന്ന നിയമനിർമ്മാണം, അതൊക്കെ നടത്താൻ സാധിക്കുന്നില്ല. അപ്പം സ്വാഭാവികമല്ലേ അവിടെ എണ്ണം കൂടും. കേരളത്തിൽ 20 ഉള്ളൂ. അത് കേരളത്തിലും എണ്ണം കൂടും. കേരളത്തിൽ എണ്ണം കുറച്ചിട്ട് UP മാത്രം എണ്ണം കൂട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഏകപക്ഷീയമായിട്ട് BJP സർക്കാർ ഇതിനകത്ത് കളിക്കുകയാണ് എന്ന് പറയാം. ഇതങ്ങനെയല്ല. ഇനി അടുത്ത മറ്റൊരു വിഷയം, ഈ പുള്ളി പറയുന്ന ഈ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇവിടെയൊക്കെ ആരാണ് ജനസംഖ്യ ഈ കണ്ടമാനം വർദ്ധിപ്പിച്ചത്?
ആരാണ്? നഗ്നമായ സത്യമാണ്. നമുക്ക് കേരളത്തിൻ്റെ കഥ എടുക്കാം. 2006 അതായത് VS സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീമാൻ തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ മണ്ഡല പുനർനിർണയം നടന്നു. പക്ഷെ 140 സീറ്റ് തന്നെ, സീറ്റുകളുടെ എണ്ണം കൂടിയില്ല. അത് കൂടണമെങ്കിൽ പാർലമെൻറ്റ് വിചാരിക്കണം. പാർലമെൻറ്റ് വിചാരിച്ചാൽ മാത്രമേ. ഇന്നിപ്പോൾ കേരളത്തിൽ 140 എന്നുള്ളത് ഏതാണ്ട് 210 വരെ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് 140 സീറ്റിൽ തന്നെ നിർത്തി. പക്ഷേ തെക്കൻ ജില്ലകളിൽ 4 സീറ്റുകൾ കുറയുകയും വടക്കൻ ജില്ലകളിൽ, അതായത് മലപ്പുറം തൊട്ട് അങ്ങോട്ട് കാസർഗോഡ് വരെ ഉള്ള ജില്ലകളിൽ 4 സീറ്റ് കൂടുകയും ചെയ്തു. ഇതെന്താ അന്യായമല്ലേ മിസ്റ്റർ തോമസ് ഐസക്? ഇതിന് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? വലിയ ബുദ്ധിജീവിയും പണ്ഡിതനുമാണല്ലോ, കാര്യങ്ങൾ കൂലങ്കഷമായി പഠിച്ചു പറയുന്ന ആളല്ലേ. പിന്നെ അങ്ങേക്ക് ഈ നമ്മുടെ നാട്ടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഇത്രയധികം മെച്ചപ്പെടുത്തിയ മറ്റൊരു ധനമന്ത്രി ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇനിയും ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ തന്നെ കേരളത്തിൽ MLA-മാരുടെ എണ്ണം കൂടുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ മലപ്പുറം ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടാകാൻ പോകുന്നത്. മലപ്പുറം ജില്ല തന്നെ വിഭജിച്ച് 2ആക്കി മാറ്റേണ്ട അവസ്ഥയിലാണ് അവിടെ. അതെന്താ? അതിനെക്കുറിച്ച് തോമസ് ഐസക്കിനൊന്നും പറയാനില്ലേ? അപ്പോൾ ഈ ഭാരതത്തിൽ BJP ചെയ്യുമ്പോൾ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ, കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ കേരളീയർ ഒറ്റക്കെട്ടാണ്. കേരളത്തിൽ ഉത്തര കേരളം ദക്ഷിണ കേരളം എന്നൊന്നില്ല, അതില്ല. അവിടെ പിന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം ഒക്കെയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത് BJP സർക്കാർ ചെയ്യുമ്പോൾ ദക്ഷിണേന്ത്യയെ പിന്നെ എന്താ പറയുക, അടിച്ചമർത്തുന്നു, ദക്ഷിണേന്ത്യയെ ഒതുക്കുന്നു. ഉത്തരേന്ത്യയ്ക്ക് BJPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ MP-മാരുടെ എണ്ണം കൂട്ടുന്നു, MLA-മാരുടെ എണ്ണം കൂട്ടുന്നു. അതിലൂടെ ഭരണം നിലനിർത്താനുള്ള അടവ്. ഈ തോമസ് ഐസക്ക് മനസ്സിലാക്കാതെ പോകുന്നത് ഇന്ത്യയിലെ വോട്ടർമാർ നിങ്ങളെപ്പോലെ മണ്ടന്മാരല്ല. അവർ വളരെ കൃത്യമായിട്ട്, അതുകൊണ്ട് ഈ 10 വർഷം ഭരിച്ചു കഴിഞ്ഞ് മോഡി സർക്കാർ പറഞ്ഞത് അബ് കി ബാർ 400 പാർ എന്നാണ്. 400-ലധികം സീറ്റുകൾ നേടി ഞങ്ങളെ ജയിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആഹ്വാനം. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തില്ല ഇന്ത്യയിലെ വോട്ടർമാർ. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ ഇന്ത്യയിലെ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ള പമ്പര വിഡ്ഢികൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കേരളം മുഴുവനും നിരന്നു കുത്തി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കൊടുത്തു. കേരളത്തിൽ എത്ര 140 116 മറ്റോ സീറ്റുകളുമായിട്ടാണ് അന്ന് കെ കരുണാകരൻ ഭരിക്കാൻ മടങ്ങിയെത്തിയത്. പക്ഷെ ഉത്തരേന്ത്യൻ ജനത എന്താണ് ചെയ്തത്? ഇന്ദിരാഗാന്ധിയെ വലിച്ച സിംഹാസനത്തിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കി നിരക്ഷരകുക്ഷികളെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഉത്തരേന്ത്യൻ ജനതയാണ് ഏറ്റവും കൂടുതൽ അന്ന് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്തത്. നേരെ മറിച്ച് പ്രബുദ്ധരെന്ന് നാഴികയ്ക്ക് 40 വട്ടം നിങ്ങളും ഞാനുമൊക്കെ പറയുന്ന നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, അവർ, കേരളത്തിലെ വോട്ടർമാർ, അവർ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി വോട്ട് കുത്തുകയായിരുന്നു. അടിയന്തരാവസ്ഥയെ അംഗീകരിക്കുന്ന വിധത്തിൽ അവർ കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റി. പക്ഷേ ഈ പറഞ്ഞ എഴുത്തും വായനയും പോലും അറിഞ്ഞുകൂടാത്ത, വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നും ഇല്ലാത്ത, എന്നാൽ ദേശസ്നേഹികളായ ഉത്തരേന്ത്യൻ ജനത, കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളും, അങ്ങനെ തന്നെ പറയണം, കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ ആടാപടലം തകർത്തപ്പോൾ, റായ്ബറേലി തൊട്ട് എല്ലാ സ്ഥലത്തും കോൺഗ്രസിൻ്റെ നേതാക്കൾ തോറ്റപ്പോൾ കേരളത്തിൽ അവരെ വിജയിപ്പിച്ച് പൊന്നാട അണിയിക്കുകയാണ് കേരളീയർ ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ വലിയ മഹത്വമൊന്നും അധികം പ്രസംഗിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ നമുക്കറിയാം, മലപ്പുറത്തടക്കം എത്ര MLA-മാർ പുതുതായിട്ടുണ്ടാകും, എത്ര MP-മാർ പുതുതായിട്ടുണ്ടാകും എന്ന് നമുക്കറിയാം. ഇനി സെൻസസ് നടത്തിയാൽ മാത്രമല്ല ജനസംഖ്യ കൂടിയോ കുറഞ്ഞോ എന്ന് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു ജ്യോതിഷ ജനസംഖ്യ കൂടിയിട്ടുണ്ട്. നമുക്ക് 2011 ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം ജനസംഖ്യ കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 2021 അത് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം ജനങ്ങൾക്കൊരു MP വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അത് വേണ്ടെന്നാണ് ഐസക് പറയുന്നത്. ഐസക് പറയുന്നത്. അതായത് ഐസക് പറയുന്നത് ഇതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്ലാൻ കാണുമായിരിക്കുമല്ലോ.
അപ്പൊ പ്ലാൻ ബി അദ്ദേഹത്തിന്റെ കയ്യിൽ കാണും. പക്ഷെ അത് പുറത്തെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ പ്ലാൻ ബി 4 തീയതി കഴിഞ്ഞിട്ട് അല്ല, പ്ലാൻ ബി അതെ 4 തീയതി കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്റെ പൊന്ന് രാജേഷ് ജി ഓർമ്മിപ്പിക്കരുത്. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഈ പ്ലാൻ എ അപ്പോഴേക്കും ക്ലിക്കായി വരും. അതെ, കാരണം അല്ല, പ്ലാൻ ബി നടപ്പാക്കി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ എവിടെ എത്തിച്ചു എന്ന് നമുക്കറിയാം. കേരളത്തെ നക്കി തിന്നാൻ നല്ലൂപ്പില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റിക്കളഞ്ഞു അല്ലേ? കടം വാങ്ങിച്ച് മുടിഞ്ഞ് ഇപ്പോഴും പറയുന്നത് കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു തമാശയുണ്ട്, വിത്തെടുത്ത് കുത്തുന്ന. അതെ, പ്രശാന്ത് ഇവര് വളരെ ആഘോഷപൂർവ്വം കൊണ്ടുവന്നൊരു കേരളത്തിൽ തന്നെ മാതൃകയായ ആദ്യത്തെ ഒരു സഹകരണ സംഘമുണ്ട്, ഊരാളുങ്കൽ. അതെ അതെ, എല്ലാവരും ഊരാളുങ്കലിനെ കുറ്റം പറയുന്നു. കാരണം വെച്ചാൽ ഇടത് സർക്കാർ ഊരാളുങ്കലിന് ഏറ്റവും കൂടുതൽ വർക്ക് കൊടുക്കുന്നു, അവരെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ എന്നൊക്കെ. പക്ഷെ ഓർക്കണം, അവിടെ ശമ്പളം പോലും മുടങ്ങിയിരിക്കുകയാണ് ഊരാളുങ്കലില്. ഇടത് സർക്കാർ ഓരോ വർക്കും ഊരാളുങ്കലിന്റെ തല്ലിക്കൊണ്ട് വെച്ചിട്ട് കൊടുക്കാനുള്ളത് കോടികളാണ്. കൊടുത്തിട്ടില്ല. എവിടുന്ന് കൊടുക്കും? അവരെടുക്കുന്ന മൊത്തം വായ്പയാണ്. എവിടുന്ന് കൊടുക്കും? വായ്പ എടുത്ത് മുന്നോട്ട് പോകുന്ന മിക്കവാറും അടുത്ത സർക്കാർ വരുമ്പോൾ നമുക്ക് ഊരാളുങ്കലും സർക്കാരും തമ്മിൽ ഒരു വലിയ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കും. ദുഃഖകരമായ ഒരു വാർത്ത, അടുത്ത സർക്കാർ വരുമ്പോൾ ഊരാളുങ്കൽ ഒരു അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തി. ഇതാണ് അതായത് ഒരു നല്ല സൊസൈറ്റിയെ, വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തെ നശിപ്പിച്ച് അതിനെയും കൂടി ഇല്ലാതാക്കി. അതാണ് ഈ ധനകാര്യ മാനേജ്മെന്റ്. അതെ, ധനകാര്യ മാനേജ്മെന്റ് VS-ന്റെ ഒപ്പം വന്നിരുന്നത് കൊണ്ടുള്ള ആ മാനേജ്മെന്റ് കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ വരെ തുടർന്നു. അല്ല, അതായത് ഞാനിട്ടാൽ വള്ളിനിക്കർ, അല്ല ക്ഷമിക്കണം, ഞാനിട്ടാൽ ബർമുഡ, നിങ്ങളിട്ടാൽ വള്ളിനിക്കർ. അതായത് ഇതൊക്കെ കേരള സർക്കാരിനും ഇടതുപക്ഷത്തിനും. ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയം തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ ഏൽപ്പിക്കട്ടെ, എങ്കിൽ വളരെ ഗംഭീരം. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ അതൊക്കെ മതേതര ജനാധിപത്യ വോട്ടുകൾ. അത് UDF-നോ BJP-ക്കോ പോയാൽ അത് വർഗീയ വോട്ടുകൾ. ഇതാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ നയം. ഇതാണ് ഇവരുടെ അടിസ്ഥാന സ്വഭാവം. എങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാം, എങ്ങനെ മനുഷ്യനെ വട്ടം ചുറ്റിക്കാം, എങ്ങനെ മനുഷ്യരെ തമ്മിലടിപ്പിക്കാം, ഇതാണ്. അതായത് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച കുറുക്കൻ്റെ സ്വഭാവമാണ് ഇടതുപക്ഷം ഈ ഇന്ത്യയിൽ. അതുകൊണ്ടാണിത് കനലൊരു തരിയായിട്ട് ഈ മൂലയിൽ, കനലൊരു തരിയായിട്ട് ഈ മൂലയിൽ കെട്ടുപോയത്. ഇനിയിപ്പോൾ അതും എത്ര കണ്ട് ഇനി അതിനും തിളക്കമുണ്ടാകും, അതും ഒന്ന് മിന്നും എന്ന് നമുക്ക് മെയ് 4-ാം തീയതി കഴിയുമ്പോൾ. മിന്നിയില്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, മിന്നിയില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വലതുപക്ഷം കനല് ആണോ അതോ ആ കനല് കെട്ടുപോകുമോ എന്നുള്ളത് നമുക്ക് മെയ് 4-ാം തീയതി അറിയാൻ കഴിയും.